നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ കലിതുള്ളി പെയ്യുന്ന മഴയിൽ കനത്ത നാശനഷ്ടങ്ങൾ. കണ്ണൂരിലെ കനത്ത മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ചെറുപുഴ പാടിയാട്ട് ചാലിലാണ് സംഭവം ഉണ്ടായത്. പി രാജന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ആൾമറ ഉൾപ്പെടെ കിണറിലേക്ക് പതിക്കുകയായിരുന്നു. നിലവിൽ ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് മലയോര മേഖലയിൽ കനത്ത നാശമാണ് ഉണ്ടായിട്ടുള്ളത്. റോഡുകളും പാലങ്ങളുമെല്ലാം തകർന്നു. കുറ്റ്യാടി, നാദാപുരം, വിലങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടം. പലയിടത്തും ഗതാഗതം താറുമാറായി. മഴയെ തുടർന്ന് നാദാപുരത്ത് പിക്കപ്പ് വാൻ കല്ലാച്ചി വളയം റോഡിലെ വിഷ്ണുമംഗലം പാലത്തിൽ ഇടിച്ചു. വണ്ടിയിലുണ്ടായിരുന്നവർക്ക് പരിക്കുകളേറ്റിട്ടുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ പാലത്തിന്റെ കോൺക്രീറ്റ് കൈവരികൾ പൂർണ്ണമായും തകർന്നു. നാദാപുരം ചെക്കിയാട് പഞ്ചായത്തിലെ അരുണ്ടയിൽ കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചു. ഗതാഗതവും വൈദ്യുതിയും നിലച്ചു. നരിപ്പറ്റ പഞ്ചായത്തിലെ മുടിക്കൽ പാലത്തിന് സമീപം മണ്ണിടിഞ്ഞു വീണ് ഹോട്ടൽ പൂർണ്ണമായും തകർന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. രാത്രിയും വൈകിയും പ്രവർത്തിക്കാറുള്ള ഹോട്ടൽ ബുധനാഴ്ച തുറക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. വിലങ്ങാട് വായാട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നു. റോഡിനെയും നരിപ്പറ്റ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഭാഗികമായി തകർന്നു. ബുധനാഴ്ച വൈകിട്ട് ആരംഭിച്ച കനത്ത മഴയിൽ മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ വിലങ്ങാട് പുഴ കരകവിഞ്ഞു. റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിലായി. അപകടാവസ്ഥയിൽ താമസിക്കുന്നവരെ നാട്ടുകാർ ബന്ധുവീടുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. വളയം വാണിമേൽ ചെക്കിയാട് മേഖലയിൽ വീശിയടിച്ച ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. ഭീതിയിൽ വിലങ്ങാട്ട് ബുധനാഴ്ച ഉച്ചയോടെ ശക്തി പ്രാപിച്ച മഴ രാത്രിയിലും തിമിർത്ത് പെയ്യുകയാണ്. 3 പാലങ്ങളും മലവെള്ളത്തിൽ മുങ്ങി. മഞ്ഞച്ചീളി അടക്കമുള്ള അപകട മേഖലയിൽ നിന്ന് നാട്ടുകാർ പല കുടുംബങ്ങളെയും ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റുകയാണ്. ഉരുൾപൊട്ടൽ ഭീതിയിൽ പ്രദേശവാസികൾക്ക് ഉറങ്ങാനാകുന്നില്ല. ഇന്നലെയും കനത്ത മഴ പെയ്തു. കോഴിക്കോട് കണ്ണൂർ അതിർത്തി പ്രദേശമായ അരുണ്ടയിൽ കുന്നിടിഞ്ഞത് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. രാത്രിയായതിനാൽ വലിയ അപകടം ഒഴിവായി. നെല്ലിക്കാപ്പറമ്പ് അരുണ്ട കായലോട്ട് താഴെ റോഡിന് സമീപത്ത് വലിയ കുന്നാണ് ഇടിഞ്ഞത്. വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും മണ്ണിനടിയിലാണ്. നിലച്ച ഗതാഗതം നാട്ടുകാർ ചേർന്ന് പുനഃസ്ഥാപിച്ചു. കുറ്റ്യാടി, കാവിലുംപാറ, മരുതോങ്കര, വേളം, കായക്കൊടി പഞ്ചായത്തുകളിൽ കനത്ത നാശനഷ്ടമുണ്ടായി. കാവിലുംപാറ ഒടേരിപ്പൊയിൽ പീടികയിലുള്ള പറമ്പ് ശോഭയുടെ വീട്ടുമുതൽ ഇടിഞ്ഞു വീണു. ഇവരുടെ വീട് അപകട ഭീഷണി നേരിടുകയാണ്. ഒടേരിപ്പൊയിലിൽ കുന്നിയിലുള്ള പറമ്പത്ത് ചന്ദ്രിയുടെ വീട്ടുപറമ്പിലെ തെങ്ങ് കടപുഴകി. തോട്ടിലെ ശക്തമായ കുത്തൊഴുക്കിൽ ഇവരുടെ വീടിനോട് ചേർന്ന ഭാഗം ഒഴുകിപ്പോയി. വള്ളുവൻകുന്ന് ഭാഗത്ത് ഉരുൾപൊട്ടിയതിനെ തുടർന്ന് ചാപ്പൻതോട്ടം, പൂളപ്പാറ, തൊട്ടിൽ പാലം റോഡിൽ കല്ലും മണ്ണും ചെളിയും നിറഞ്ഞിരിക്കുകയാണ്. വാഴയിൽ അഹമ്മദിന്റെയും പുത്തൻപറമ്പിൽ ആൻസലിന്റെയും കാർഷിക വിളകൾ നശിച്ചു. ഈ ഭാഗത്തെ 20ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള പൈപ്പുകൾ തകരാറിലായി. പൊയിലോംചാലിലെ പ്ലാത്തോട്ടത്തിൽ ജോസിന്റെ വീട്ടിൽ ചുറ്റുമതിൽ തകർന്നു വീണിരിക്കുകയാണ്. പൊയിലോംചാൽ ഇടതുകുനി റോഡിൽ വലിയ പാറക്കല്ല് വീണ് കിടക്കുന്നു. കാവിലുംപാറയിലെ ചോയിച്ചുണ്ട് ഭാഗത്ത് 12 വീടുകളിലും പൈക്കലങ്ങാടി 3 അങ്കണവാടി ഭാഗത്ത് 5 വീടുകളിലും വെള്ളം കയറിയിരിക്കുകയാണ്. കുറ്റ്യാടി ചുരം റോഡിലെ 10ാം വളവിൽ ബുധനാഴ്ച രാത്രി 11 മണിക്ക് പെയ്ത കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം നിശ്ചലമായി. ഇന്നലെ കാലത്ത് മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വേളം ശാന്തി നഗറിൽ ചെടിയം കണ്ടിത്തോട് കരകവിഞ്ഞ് കോളനിയിൽ വെള്ളം കയറി. 12 കുടുംബങ്ങളെ മാറ്റി. കടന്തറപ്പുഴ കരകവിഞ്ഞതോടെ മരുതോങ്കര പഞ്ചായത്തിലെ പശുക്കടവ്, പൃക്കൻതോട്ടം, മീൻപറ്റി തുടങ്ങിയ പ്രദേശങ്ങളിലെ കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റുന്നു. പശുക്കടവിലെ പൂതപ്പറമ്പിൽ ഷിജു, പുളിക്കൽ റോയ്, ജോൺ കീരവട്ടം, സന്തോഷ് അഴകത്ത്, അരിവീക്കൻ, അശോകൻ എന്നിവരുടെ വീടിന് പിന്നിലെ മൺതിട്ട ഇടിഞ്ഞു വീണ വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. കായക്കൊടി പഞ്ചായത്തിലെ ഉല്ലാസ് നഗർ ഭാഗത്തെ കണങ്കൈ തോട് കരകവിഞ്ഞൊഴുകി. പ്രദേശത്ത് വെള്ളം കയറി. സമീപത്തെ KT കുഞ്ഞമ്മദിന്റെ വീട്ടുമുതൽ തകർന്നു വീണു. മൂരിപ്പാലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന അപ്രോച്ച് റോഡ് തകർന്നു. മുണ്ടിയോട്, പിടച്ചിൽ, ഓത്തിയോട് ഭാഗങ്ങളിലെ 30 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കുറ്റ്യാടി പഞ്ചായത്തിലെ രാമോത്തുകണ്ടി മദ്രസയ്ക്ക് സമീപത്തെ സ്രാമ്പിയിലെ കിണർ ഇടിഞ്ഞു താണു. കാവിലുംപാറ പഞ്ചായത്ത് 8ാം വാർഡിലെ ഓലിക്കൽ ജോഷിയുടെ വീടിന്റെ പിൻവശത്തെ മൺതിട്ട കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. പിറകുവശത്തെ ശുചിമുറി മണ്ണുമൂടിയ നിലയിലാണ്. തലയാട് ചീടിക്കുഴി ചുരുക്കൻകാവിൽ ഉരുൾചൊട്ടി. തലയാട് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഉണ്ടായ കനത്ത മഴയിൽ ചീടിക്കുഴി ചുരുക്കൻകാവ് ഭാഗത്ത് ഉരുൾപൊട്ടിയിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രിയാണ് സംഭവമുണ്ടായത്. വലിയ പാറക്കെട്ടുകൾ കുത്തിയൊലിച്ചെത്തിയിരിക്കുന്നു. മരങ്ങൾ കടപുഴകി. നിരവധി തെങ്ങുകളും കമുകുകളും നിലംപൊത്തി. ആൾതാമസമില്ലാത്ത ഭാഗമായതിനാൽ ആളപായങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. ആരുടെയെല്ലാം കൃഷിസ്ഥലങ്ങളാണ് നശിച്ചതെന്ന് വ്യക്തമല്ല. പലർക്കും കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. പനങ്ങാട്ട് ഗ്രാമപഞ്ചായത്തിന്റെയും കാന്തലാട് വില്ലേജിന്റെയും മുന്നറിയിപ്പുണ്ടായതിനാൽ സമീപ പ്രദേശങ്ങളിലുള്ളവർ ബന്ധുവീടുകളിലേക്ക് മാറി. തലയാട് 26ാം മൈലിൽ മണ്ണിടിച്ചിലാണ്
മലയോര ഹൈവേയുടെ പണി നടക്കുന്ന തലയാട് 26-ാം മൈൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് വലിയ തോതിൽ മണ്ണ് റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെടുത്തുന്നു. കക്കയം, കരിയാത്തൻപാറ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർ ഏറെ ശ്രദ്ധിക്കണമെന്ന് വില്ലേജ് ഓഫീസർ മുന്നറിയിപ്പ് നൽകി. ഇടയ്ക്കിടെ മഴ പെയ്യുന്നതിനാൽ മണ്ണ് മാറ്റൽ ദുഷ്കരമായി തീർന്നിരിക്കുകയാണ്. ചൂരത്തോട് പേരിമല ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡിലേക്ക് ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞു വീണു. മണ്ണിടിച്ചിൽ കാരണം പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വീടുകളിലേക്ക് പോകാൻ വഴികളില്ലാതെ ബുദ്ധിമുട്ടുന്നു. എത്രയും പെട്ടെന്ന് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ഉത്തര കേരളത്തിലെ 4 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചു. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് എന്നിവയ്ക്ക് പുറമെ മലപ്പുറം ജില്ലയിലും റെഡ് അലർട്ടാണ്. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കാസർഗോഡും കണ്ണൂരും റെഡ് അലർട്ടാണ്. വയനാട്, കോഴിക്കോട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഞായറാഴ്ച ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും അന്ന് യെല്ലോ മുന്നറിയിപ്പാണ്. തെക്കുകിഴക്കൻ ഉത്തർപ്രദേശിനു മുകളിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ മഴ വീണ്ടും ശക്തമായത്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച വയനാട് ജില്ലയിൽ ബാണാസുര സാഗർ ഡാമിന്റെ ഒരു ഷട്ടർ ഇന്ന് ജൂലൈ 18-ന് ഉച്ചയ്ക്ക് 2 മണിയോടെ തുറന്നു. ഡാമിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. ഒരു ഷട്ടറിന്റെ 15 സെന്റിമീറ്ററാണ് 2 മണിയോടെ ഉയർത്തുക. ഇതുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറത്തറ, കോട്ടത്തറ, പനമരം, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തുകൾ, മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഉള്ളവർ ജാഗ്രത പുലർത്തണം. വെള്ളം കയറുന്ന ഭാഗങ്ങളിൽ കഴിയുന്ന ജനങ്ങളെ ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കാനും ക്യാമ്പുകളിലേക്ക് മാറ്റാനും അതാത് ഗ്രാമപഞ്ചായത്തുകൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡാം സ്പിൽവേയുടെ മുന്നിൽ പുഴയിൽ ഇറങ്ങുന്നതിൽ നിന്ന് ആളുകൾ പിന്തിരിയണമെന്നും ഇത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്നും അധികൃതർ അറിയിച്ചു. ഡാം ജലം വന്ന് പതിക്കുന്ന തോടുകളിലും പുഴകളിലും മറ്റും ഇറങ്ങി കുളിക്കാനോ മത്സ്യബന്ധനം നടത്താനോ പാടുള്ളതല്ല. കുട്ടികൾ ജലാശയങ്ങളിൽ പോകുന്നില്ല എന്നത് ഓരോ രക്ഷിതാക്കളും അധ്യാപകരും ഉറപ്പുവരുത്തേണ്ടതാണ്. അതേസമയം കേരളത്തിൽ കനത്ത മഴ തുടർന്നേക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്കാണ് സാധ്യത. ജൂലൈ 19, 20 തീയതികളിൽ അതിതീവ്ര മഴയ്ക്കും 21 വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതാ നിർദ്ദേശവും ഒഴിപ്പിക്കൽ നടപടികളും പടിഞ്ഞാറത്തറ, കോട്ടത്തറ, പനമരം, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, വെള്ളമുണ്ട, മാനന്തവാടി നഗരസഭയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തണം. വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കാനും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനും അതത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയതായി ജില്ലാ കലക്ടർ DR മേഘശ്രീ അറിയിച്ചു. ഡാം സ്പിൽവേയുടെ മുന്നിൽ പുഴയിൽ ഇറങ്ങുന്നത് അപകടകരമാണെന്നും ആളുകൾ അങ്ങോട്ട് പോകരുതെന്നും കലക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനാൽ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വയനാട് ജില്ലയിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഇത് ഡാമുകളിലെ ജലനിരപ്പ് ഗണ്യമായി ഉയരാൻ കാരണമായിട്ടുണ്ട്. ബാണാസുര സാഗർ ഡാമിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയോട് അടുക്കുന്ന സാഹചര്യത്തിലാണ് ഷട്ടർ തുറക്കാൻ തീരുമാനിച്ചത്. നിലവിൽ ജില്ലയിൽ റെഡ് അലർട്ട് തുടരുന്നത് കണക്കിലെടുത്ത് ദുരന്ത നിവാരണ അതോറിറ്റി അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം. നദികളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളിലും തോടുകളിലും ഇറങ്ങുന്നതിനും മീൻ പിടിക്കുന്നതും ഒഴിവാക്കണം. കൂടാതെ രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, റവന്യൂ, KSEB തുടങ്ങിയ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മൈക്കിലൂടെയും മറ്റും അറിയിപ്പുകളിലൂടെയും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിനായി ദുരന്ത നിവാരണ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാവുന്നതാണ്. പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് തുടരുന്നതിനാൽ സംസ്ഥാന ജലസേചന വകുപ്പിന്റെ ഇനി പറയുന്ന നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക. ഓറഞ്ച് അലർട്ട് കാസർഗോഡ് ഉപ്പള സ്റ്റേഷൻ, യെല്ലോ അലർട്ട് കാസർഗോഡ് മെഗ്രാൽ മധുർ സ്റ്റേഷൻ, ഷിറിയ പുത്തികെ സ്റ്റേഷൻ. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്.
അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം. മലയാളി വാർത്ത ഇൻസൈഡ്.